സ്കൂളിലെ അധ്യാപകരെ വിദ്യാർത്ഥികൾ മാത്രമല്ല രക്ഷിതാക്കളും ബഹുമാനിച്ചിരുന്നൊരു കാലമുണ്ട്. എന്നാൽ ഇപ്പോൾ അധ്യാപകരെ പോലും കൈകാര്യം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്ന കുട്ടികളെയും മാതാപിതാക്കളെയും കാണാം. തൃശ്ശൂർ ശ്രീനാരായണപുരത്ത് അധ്യാപകന് നേരെ ആക്രമണം നടത്തിയത് രക്ഷിതാവാണ്. പോഴങ്കാവ് സെൻറ് ജോർജ് LP സ്കൂളിലെ അധ്യാപകൻ ഭരത് കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. സ്കൂളിൽ നിന്നും 4ാം ക്ലാസ് വിദ്യാർത്ഥി ഇറങ്ങിപ്പോയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ ഗുണ്ടാ നേതാവ് ധനീഷാണ് അധ്യാപകനെ മർദ്ദിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ ധനീഷാണ് കൊടുങ്ങല്ലൂർ ആല സ്വദേശിയായ അധ്യാപകന് നേരെ അതിക്രമം നടത്തിയത്. ധനീഷിന്റെ 4ാം ക്ലാസ്സുകാരനായ മകനെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ നിന്ന് കാണാതായിരുന്നു. ഇതിന് പിന്നാലെ അധ്യാപകനായ ഭരത് കൃഷ്ണ കുട്ടിയെ തിരഞ്ഞ് പേഴങ്കാവിലെ വീട്ടിലെത്തി. മാതാവിന്റെ സമ്മതത്തോടെ കുട്ടിയെ സ്കൂളിലെത്തിച്ചു. എന്നാൽ വൈകുന്നേരത്തോടെ സ്കൂളിലെത്തിയ ധനീഷ് അധ്യാപകന് നേരെ അസഭ്യവർഷം നടത്തിയ ശേഷം മർദ്ദിക്കുകയായിരുന്നു. മറ്റൊരു കുട്ടിയുമായി വഴക്കുണ്ടാക്കിയ ശേഷം സ്കൂൾ വിട്ട് ഓടിപ്പോയ 4ാം ക്ലാസ്സുകാരനെ ഭരത് ശകാരിച്ചതാണ് പ്രകോപനത്തിന് കാരണം. ഇതേ ചൊല്ലി വെല്ലുവിളിയുമായി എത്തിയ ധനീഷ് ഭരത്തിന്റെ മുഖത്തടിക്കുകയും തള്ളിയിടുകയുമാണ് ഉണ്ടായത്. മർദ്ദനത്തിൽ പരിക്കേറ്റ അധ്യാപകൻ ചികിത്സ തേടിയതോടെയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത്. ഇതിന് പിന്നാലെ ഒളിവിൽ പോയ ധനീഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതായും പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും മതിലകം പോലീസ് പറഞ്ഞു. കൊലപാതകം, ഗുണ്ടാക്രമണം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ ധനീഷിനെതിരെ മുൻപ് കാപ്പ ചുമത്തിയിരുന്നതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശ്ശൂർ.